പ്രിയപ്പെട്ടവരെ, വിജ്ഞാന കൗതുകം മികവുത്സവം വീഡിയോയിലേക്ക് സ്വാഗതം. സയൻസ് ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ വയനാടിന്റെ വിദ്യാഭ്യാസ ഗവേഷണ വിഭാഗമാണ് ക്യൂരിയോസിറ്റി സെന്റർ. 2024 ജൂലൈ മുതൽ എല്ലാ മാസവും നടത്തിവരുന്ന ഒരു ഗവേഷണ പ്രൊജക്റ്റാണ് വിജ്ഞാന കൗതുകം. പ്രവർത്തനങ്ങളിലൂടെ പഠനം, കളികളിലൂടെ പഠനം എന്നീ പ്രധാന പഠന രീതികൾ എത്രമാത്രം ഫലപ്രദമാക്കാം എന്ന പരീക്ഷണമാണ് നടത്തിയത്. ഒപ്പം നിരന്തര മൂല്യനിർണ്ണയം എന്ന ആശയത്തിന്റെ സാധ്യതാ പരിശോധനയും ലക്ഷ്യം വെച്ചു. ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് 2025 മെയ് 24 മീനങ്ങാടി സ്റ്റെർക്ക് ഹാളിൽ നടത്തിയ വിജ്ഞാന കൗതുകം മികവുത്സവം 2025 കുട്ടികളുടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന പാട്ടുമായി എന്തുകൊണ്ട് 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 മാനത്തെ മാറിവിൽ എന്തുകൊണ്ട് താരങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് അവതരണം സ്റ്റെർക്ക് ചെയർമാൻ പ്രൊഫസർ കെ ബാലഗോപാലൻ നടത്തി. വിശിഷ്ടാതിഥികളായി പ്രശസ്ത ജനകീയ ശാസ്ത്ര പ്രചാരകൻ പ്രൊഫസർ കെ പാപ്പുട്ടി, ബോംബെ IIT റിട്ടയർഡ് പ്രൊഫസർ കെ സുധാകർ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു അന്വേഷണ പ്രൊജക്റ്റാണ് ക്യൂരിയോസിറ്റി സെന്റർ. ക്യൂരിയോസിറ്റി സെന്ററിന്റെ ഭാഗമായി കുട്ടികളിൽ ജിജ്ഞാസ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ പ്രവർത്തകരും രക്ഷിതാക്കളും കുട്ടികളുമായി സംബന്ധിച്ച് രൂപപ്പെടുത്തിയതാണ് വിജ്ഞാന കൗതുകം പരിപാടി. വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 10 എപ്പിസോഡുകൾ ഉൾക്കൊണ്ടുള്ള ഒരു പാക്കേജായാണ് വിജ്ഞാന കൗതുകം പരിപാടി തയ്യാറാക്കിയത്. മികവുത്സവത്തിൽ കുട്ടികൾ തന്നെ വിജ്ഞാന കൗതുകം 1ാം സീസണിലെ 10 എപ്പിസോഡുകൾ റിപ്പോർട്ട് ചെയ്തു. ജലകൗതുകങ്ങൾ 2024 ജൂലൈ 13, ഗണിത കൗതുകങ്ങൾ 2024 ആഗസ്റ്റ് 10, ഇലക്ട്രോണിക്സ് വിസ്മയങ്ങൾ 2024 സെപ്റ്റംബർ 28, ജന്തു കൗതുകങ്ങൾ 2024 ഒക്ടോബർ 12 വെറ്റിനറി യൂണിവേഴ്സിറ്റി പൂക്കോട്, രസതന്ത്ര കൗതുകങ്ങൾ 2024 നവംബർ 9, പ്രകാശ കൗതുകങ്ങൾ 2024 ഡിസംബർ 14, മണ്ണ് കൗതുകങ്ങൾ 2025 ജനുവരി 11 പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, ആകാശ കൗതുകങ്ങൾ 2025 ഫെബ്രുവരി 8, പ്രൊജക്ട് കൗതുകങ്ങൾ 2025 മാർച്ച് 8, ബാലശാസ്ത്ര കോൺഗ്രസ് 2025 ഏപ്രിൽ 12, അക്ഷര CM, മെലൂഹ റിദുസിയ, ശിവറാം PK, ആൻഡ് റേച്ചൽ, സ്നിഗ്ധ PS, അനന്തിത സുരേഷ്, ചന്ദ്രനാഥ് KS, നിവേദ് IM, ആസിഫ് അലി, ഡെൽവിൻ KB, തപൻദീപ്, അനുനന്ദ് PV എന്നിവരാണ് അവതരണം നടത്തിയത്. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കണം. ശാസ്ത്രബോധം വളരുന്നതിന് ഒന്നാമത് വേണ്ടത് ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ്. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, യുക്തിരഹിതമായ പ്രവർത്തനങ്ങൾ എല്ലാം ചോദ്യം ചെയ്യുവാൻ സാധിക്കണം. പ്രശസ്ത ജനകീയ ശാസ്ത്ര പ്രചാരകരും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റുമായ പ്രൊഫസർ കെ പാപ്പുട്ടി സാർ ശാസ്ത്രവും ശാസ്ത്രബോധവും കുട്ടികളിൽ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിച്ചു. കുട്ടികളുടെ സംഗീത ശില്പം ഒത്തുപിടിച്ചാൽ കൂട്ടായ്മയുടെ ശക്തി ബോധ്യപ്പെടുത്തുന്നതായി. ഈ പാട്ടിന്റെ ഉള്ളടക്കം വെളിവാക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു കുട്ടികളുടെ പ്രൊജക്ട്. വയനാട്ടിലെ ഹരിത ഭവനങ്ങൾ ഒരു പഠനം. 17 കുട്ടികൾ ചേർന്നപ്പോൾ 150 വീടുകളിലെ വിവരങ്ങൾ എളുപ്പത്തിൽ ശേഖരിക്കാൻ കഴിഞ്ഞു. റിപ്പോർട്ട് അവതരണം അനുനന്ദ് PV, അക്ഷര CM, സ്നിഗ്ധ PS, തപൻദീപ്, ആൻഡ് റേച്ചൽ, മിഷൽ CM, ആദിലക്ഷ്മി P, അൽജിൻ ജോജി, റയാൻ റാസ UK എന്നിവർ ചേർന്ന് നടത്തി. 5 വിഭാഗങ്ങളായി ലഭിച്ച വിവരങ്ങളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഹരിതഭവന സങ്കല്പത്തിന് അനുകൂലമായ ഘടകങ്ങൾ 75%-ലധികം വീടുകളിലുള്ളത്. സ്വന്തമായ വീട്, പുരയിടവും വീടും, സ്ഥിരം മേൽക്കൂരയുള്ള വീട്, കാറ്റും വെളിച്ചവും ലഭിക്കുന്ന വീടുകൾ, വൈദ്യുതീകരിച്ച വീടുകൾ, LED ബൾബ് ട്യൂബ്, വാട്ടർ പമ്പ്, മിക്സി, ഫ്രിഡ്ജ്, ഫാൻ, വാഷിംഗ് മെഷീൻ, TV, പാചകവാതകം, പ്രഷർ കുക്കർ, ജൈവ മാലിന്യങ്ങൾ,
ഉറവിടത്തിൽ സംസാരിക്കുന്നു. അജൈവ മാലിന്യങ്ങൾ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ, കുട്ടികൾക്ക് പരിശോധനാ കുത്തിവെപ്പ്, മഴക്കാല പൂർവ്വ ശുചീകരണം, കക്കൂസ്. ഹരിതഭവന ആശയങ്ങൾക്ക് നിരക്കാത്ത ഘടകങ്ങൾ. ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ 83.4% വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹരിത ഉപകരണങ്ങളുടെ ഉപയോഗം വളരെ കുറവാണ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ കുറവ്, വളർത്തുമൃഗങ്ങളുടെ കുറവ്, ആരോഗ്യ പരിശോധനാ കിറ്റ് ഭൂരിഭാഗം വീടുകളിലും ഇല്ലാത്തത്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് 50% വീടുകളിലും ഇല്ലാത്തത്. ഹരിത ഭവന സങ്കല്പത്തിന് അനുകൂലമായ ഘടകങ്ങളും പ്രതികൂലമായ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ ഊഹം ചെറിയ മാറ്റങ്ങളോടെ അംഗീകരിക്കുക. ഹരിത ഭവനം എന്ന ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ട വീടുകൾ ഇല്ല. ഹരിത ഭവന ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വീടുകൾ ധാരാളമുണ്ട്. ഹരിത ഉപകരണങ്ങളുടെ ഉപയോഗം വളരെ കുറവാണ്. ഹരിത ഭവന ആശയം പ്രചരിപ്പിക്കൽ ഊർജിതമാക്കണം. ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണം. സോളാർ വാട്ടർ ഹീറ്റർ, വാട്ടർ പമ്പ്, പുരപ്പുര സോളാർ പദ്ധതി എന്നിവ സാധ്യതയുള്ള വീടുകളിലെല്ലാം സ്ഥാപിക്കണം. ചൂടാറാപ്പെട്ടി, തെർമോദക്ഷത കൂടിയ അടുപ്പുകൾ എന്നിവയുടെ ഉപയോഗം ഉറപ്പാക്കണം. ഫോസിൽ ഇന്ധന വാഹനങ്ങൾക്കു പകരം ഇലക്ട്രിക് വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തി സബ്സിഡിയിൽ നൽകി പ്രചരിപ്പിക്കണം. മാലിന്യം സമ്പത്താക്കി മാറ്റാൻ ബയോഗ്യാസ് പ്ലാന്റ്, ഗോബർ ഗ്യാസ് പ്ലാന്റ്, പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ്, ബയോബിൻ തുടങ്ങിയവ കൂടുതൽ പ്രചരിപ്പിക്കണം. അടുക്കളത്തോട്ടം, ഫലവൃക്ഷത്തോട്ടം, പൂന്തോട്ടം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കണം. വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ തുടങ്ങിയവ വീടുകളിൽ വളർത്താൻ പ്രോത്സാഹിപ്പിക്കണം. പ്രഥമ ശുശ്രൂഷ കിറ്റും ആരോഗ്യ പരിശോധന ഉപകരണങ്ങളും എല്ലാ വീട്ടിലും ഉറപ്പാക്കണം. സ്ഥിരം വീടുകൾ ലഭ്യമാക്കണം. ഹരിതഭവന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് സൗരോർജം, ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ, ഊർജ ജലസംരക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയവ എല്ലാ വീടുകളിലും ഉപയോഗപ്പെടുത്തുകയും ഫോസിൽ ഇന്ധന വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം എന്നതാണ് പ്രധാന നിഗമനം. പ്രൊജക്ട് റിപ്പോർട്ട് സീനിയർ ഹെഡ് മിസ്ട്രസ് മാഗി ടീച്ചർ, സ്റ്റെപ്പ് ചെയർമാൻ പ്രൊഫസർ കെ ബാലഗോപാലിന് നൽകി പ്രകാശനം ചെയ്തു. ഹരിതഭവനം ഗ്രൂപ്പുകൾ രൂപീകരിച്ച് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പ്രചരിപ്പിക്കുവാൻ കുട്ടികൾ മുൻകൈ എടുക്കണമെന്ന് ബാലഗോപാലൻ സാർ ഓർമ്മിപ്പിച്ചു. വിജ്ഞാന കൗതുക എപ്പിസോഡുകളിൽ പങ്കെടുത്ത കുട്ടികൾക്കും ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ബാലശാസ്ത്ര കോൺഗ്രസിൽ മികച്ച വിദ്യാർത്ഥികളായി കണ്ടെത്തിയ മിഷാൽ VM, റയാൻ റാസ UK, ആദിലക്ഷ്മി P, അക്ഷര CM, സ്മിത PS, ആൻ റേച്ചൽ, അനന്ത് PV, തപൻദീപ്, അൽജിൻ ജോജി എന്നിവർക്ക് ടെലിസ്കോപ്പുകൾ സമ്മാനമായി നൽകി. മികവുത്സവത്തിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾ, കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, സ്റ്റെപ്പ് പ്രവർത്തകർ തുടങ്ങി എല്ലാവർക്കും CEO MM ടോമി നന്ദി പറഞ്ഞു. പുത്തൻ പ്രവർത്തനങ്ങളും തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത വർഷം തുടരുന്നതിന് മികവുത്സവം പ്രചോദനമായി.